കുളമ്പോട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ പവിത്രമായ ഈ മണ്ണിൽ എത്തിച്ചേർന്ന ലോക യോഗാഗുരു കൂടിയായ ആധ്യാത്മിക പ്രഭാഷകൻ, ഗ്രന്ഥകർത്താവ്, സ്കൂൾ ഓഫ് ശാന്തിയുടെ മുഖ്യ രക്ഷാധികാരി, അത് ഇന്ത്യയിൽ മാത്രമല്ല സ്വീഡനിലും മറ്റ് ലോകരാഷ്ട്രങ്ങളിലുമൊക്കെ നിരവധി രാജ്യക്കാർ ഒരുപോലെ ആചരിച്ചു വരുന്ന യോഗ പദ്ധതിയുടെ ഭാഗമായ ഒരു വിപുലമായ ആഗോള സംഗമത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി, തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരത്ത് വഴുതക്കാട് മലയാളികൾക്കായി അത്തരമൊരു വേദി സജ്ജമാക്കിയ സ്വാമി ശാന്തി പ്രസാദ് അവർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. അയ്യാഗുരു ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഒരുമിച്ച് സന്ധിച്ചിരുന്ന തൈക്കാട് ഒരു ഭവനം, അത് ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ്. ആ തൈക്കാട് ഭവനത്തിൻ്റെ ഉടമയായിരുന്ന മഹായോഗിയായിരുന്ന ഈ മഹായോഗികളുടെ രണ്ട് ലോക നേതാക്കൾ എന്ന് പറയാൻ പറ്റുന്ന അത്രത്തോളം സാംസ്കാരിക മഹത്വം ഉയർത്തിപ്പിടിച്ച ലോകം കണ്ട രണ്ട് ഗുരുക്കന്മാരുടെ സന്ധ്യയ്ക്ക് ഒപ്പം കൂട്ടിച്ചേർന്നിരുന്ന പത്മനാഭ ഭാഗവതരുടെ ചെറുമകൻ്റെ മകൻ കൂടിയാണ് നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്വാമി ശാന്തി പ്രസാദ് അവർ എന്നതുകൂടി ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരു ചരിത്ര പുരുഷനാണ് നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ തിരുസന്നിധിയിൽ വേദിയെയും സദസ്സിനെയും സാക്ഷിയാക്കി പവിത്രമായ ഈശ്വര സാന്നിധ്യമുള്ള വേദിയെ ധന്യമാക്കി നിലവിളക്ക് കൊളുത്തി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മളേവരോടും രണ്ട് വാക്ക് ഉദ്ഘാടന പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് സ്വാമിയെ വിനയപൂർവ്വം, സ്നേഹപൂർവ്വം, അത്യാദരപൂർവ്വം ഭക്തിയോടെ ക്ഷണിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിനൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരും വേദിയിലേക്ക് വന്നു നിൽക്കണം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് എടുത്ത് പറഞ്ഞ് ഒരുപാട് സമയം കളയണ്ട എന്ന് തോന്നുന്നു. അതുകൊണ്ടൊരു വാക്കിൽ അത് ചൊല്ലാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സർവ ബഹുമാന്യരായ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. തിരുവാതിര മഹോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. തിരുവാതിരയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. രണ്ട് കഥകളാണ് മനസ്സിൽ ഓർമ്മ വരിക.
ഒന്ന് ശിവതാണ്ഡവം. അതിൻ്റെ കഥയൊന്നും ദീർഘമായി പറയുന്നില്ല, സമയം ചുരുക്കമാണ്, ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്. ആ ശിവതാണ്ഡവം നടന്ന ആ പ്രത്യേക സാഹചര്യത്തിൻ്റെ സ്മരണയായി തിരുവാതിര മഹോത്സവം നാം കൊണ്ടാടുകയാണ്, ഓർക്കുകയാണ് എല്ലാ വർഷവും. അങ്ങനെ സതി ദേവിയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ പല ഭാഗത്തായി വീഴുകയും അതെല്ലാം മഹാസ്ഥാനങ്ങളായി, ദേവീസ്ഥാനങ്ങളായി കണക്കാക്കുകയും പുണ്യ സ്ഥലങ്ങളായി ആചരിക്കപ്പെടുകയും ചെയ്യും. പിന്നെ ഒന്ന് ശ്രീപരമേശ്വരനും പാർവതി ദേവിയുടെയും പുനഃസമാഗമം. പിന്നെ അതാണ് അടുത്ത ഒരു കഥ. ആ കൂട്ടായ്മ അങ്ങനെ വീണ്ടും കണ്ടുമുട്ടുന്നു. സതീദേവി തന്നെയാണ് പാർവതിയായി പിന്നെ വന്നതെന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. ഇങ്ങനെ പാർവതി ദേവി മഹാപരമേശ്വരൻ എന്ന് തന്നെയാണ് പറയുന്നത്. പരമേശ്വരൻ തമ്മിലുള്ള സമാഗമത്തിൻ്റെ ഓർമ്മയ്ക്കായി നാം കൊണ്ടാടുന്ന ഒരു മഹോത്സവമാണ് തിരുവാതിര മഹോത്സവം. തിരുവാതിര മഹോത്സവത്തിനെ കൊണ്ടാടുന്ന ഇക്കാലത്ത് നാം കൊണ്ടാടുമ്പോൾ സ്ത്രീകൾക്കാണ് അതിൽ വലിയ പ്രാമുഖ്യം കാണുന്നത്. തിരുവാതിര കളി നമ്മുടെ ഓർമ്മയിൽ, തിരുവാതിര പറയുമ്പോൾ ഓർമ്മയിൽ വരാറുണ്ട്. തിരുവാതിര ആഘോഷം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ധ്യാനത്തിനുള്ള ഒരു സാധ്യതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് ലക്ഷണയുക്തനായ സ്വഭാവ വിശേഷങ്ങളുള്ള ഒരു പുരുഷനെ ലഭിക്കുക എന്ന തപസ് പാർവതി ചെയ്തതുപോലെ സ്ത്രീകൾ ആചരിക്കുന്ന ഒരു സമയമാണ് തിരുവാതിര. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ കുടുംബക്കാരായ സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ് തിരുവാതിര. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ തിരുവാതിര വളരെയേറെ പ്രത്യേകതയുള്ള ഒരു മഹോത്സവ കാലഘട്ടമാണ്. ശ്രീ പരമേശ്വരനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശിവശക്തി സംയോഗത്തിനെ കുറിച്ച് ഓർക്കാതെ വയ്യ. ശിവൻ എന്നാൽ അഖണ്ഡമായ മഹാബോധം ആണ് ശിവൻ. ദേവി ശക്തി എന്നത് അവയർനെസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം, ബോധം, ബോധം, അറിവും ബോധവും കൂടെ ഉള്ള സമാഗമം ആണ് ശിവശക്തി സംയോഗം. അവിടെയാണ് യോഗത്തിൻ്റെ അടിത്തറ കിടക്കുന്നത്. നമ്മുടെ കൊച്ചു അറിവുകൾക്ക് കാരണമായിരിക്കുന്ന നമ്മുടെ മനസ്സ് അഖണ്ഡമായ ബോധത്തിലേക്ക് ലയിച്ചു ചേരുന്നതിന് ശിവശക്തി സംയോഗം എന്ന് പറയും. സാധാരണഗതിക്ക് നാമെല്ലാം മനുഷ്യരായി ഇവിടെ ജീവിക്കെ നമുക്ക് പ്രിയപ്പെട്ട
നമ്മുടെ പരിസരം, നമ്മുടെ വീട്, നമ്മുടെ ആഹാരം, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നു. ആ ചേർപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഘാതമുണ്ടാകും എന്നത് ഉണ്ടായാൽ അത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നത് ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണ്. സാധാരണഗതിക്ക് നമ്മുടെയൊക്കെ ബോധം ആ സ്ഥലത്ത് പെട്ടിരിക്കുന്നതായി കാണാം. അതായത് ഭവനം, പാർപ്പിടം, സെക്യൂരിറ്റി, സുരക്ഷ മുതലായ കാര്യങ്ങളിലാണ് നാം എപ്പോഴും ഈശ്വരനെ കാണുന്നത്. ഇത് തരുന്ന അന്നദാതാവ്, നമ്മുടെ ഭവനം തരുന്ന ഈശ്വരൻ, നമ്മുടെ സുരക്ഷ കാത്തു സൂക്ഷിക്കുന്ന ഈശ്വരൻ, ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ, ആവശ്യങ്ങൾ. അത് നടത്തി കിട്ടിയാൽ പിന്നെ കുടുംബമായി, പിന്നെ കലയായി, ഇമാജിനേഷനായി, സങ്കല്പങ്ങളായി, കൽപ്പനകളായി, നമ്മുടെ മനസ്സിൻ്റെ കലാസാഹിത്യം മുതലായ ഏരിയകളിൽ നമുക്ക് കണ്ടെത്തലുകൾ സാധ്യമായി വരുന്ന ഒരിടത്തേക്ക് നമ്മൾ മാറി നിൽക്കും. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ യൂത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സവിശേഷതയാണ്. ഈ സവിശേഷത നമ്മുടെ ബുദ്ധിപരതയ്ക്ക് വഴങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ മധ്യവയസ്കൻ്റെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ അറിയാതെ കടന്നു പോവുകയാണ്. ഈ സ്ഥലം നമ്മളെ ഒരു സ്നേഹമയിയായ ഒരു മനുഷ്യനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരിടം ആണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് നാം ജീവിച്ച് തീരാറാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയും ഈശ്വരന് സമർപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മറ്റ് പലരാലും ഉപേക്ഷിക്കപ്പെട്ട് നമ്മുടെ ചുരുങ്ങിയ ചെറിയ സാഹചര്യങ്ങളിലേക്ക് മാറി അവിടെ ഒതുങ്ങിയിരുന്ന് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ നമ്മളെ തന്നെ അറിയാനുള്ള ഒരു സാഹചര്യം നാം സൃഷ്ടിക്കുന്നു. അവിടെയാണ് സന്യാസത്തിൻ്റെ പ്രസക്തി. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്ന് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുക എന്നതാണ് ഒരു ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ പ്രത്യക്ഷത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിൽ പോവുകയും അവിടെ നിന്നിട്ട് കണ്ണടയ്ക്കുകയും ചെയ്തിട്ട് അകത്തോട്ട് നോക്കുക ആണ് സാധാരണഗതിക്ക് മനുഷ്യർ ചെയ്യുന്നത്. കണ്ണു തുറന്ന് ക്ഷേത്രങ്ങൾ കാണുക എന്നത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. ആചാര്യന്മാരാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും അവരുടെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായ അമ്പലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ രഹസ്യങ്ങളെയും തുറന്നു കാട്ടുന്ന ഇടങ്ങളാണ്. അതാണ് ക്ഷേത്രങ്ങൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയും. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നമ്മുടെ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ദേവദത്തൻ ഒരു വലിയ കാര്യം ചെയ്യുന്നതായി കാണാം. ഈശ്വരനെ പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൃതി അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പടങ്ങൾ ഞാൻ കണ്ടു. അപാരമായ സിദ്ധി വൈഭവമുള്ള ഒരു അപാരനായ ഒരു കലാകാരൻ, ചെറുപ്പമായ ഒരു കലാകാരൻ, നമ്മുടെ നാട്ടിൻ്റെ യശസ് വാനോളം ഉയർത്തുകയും ലോകത്തെല്ലായിടത്തും എത്തിക്കാൻ കഴിയുകയും ചെയ്യുന്ന അതുല്യമായ ഒരു പ്രതിഭ നമ്മുടെ നാട്ടിൽ നമ്മളോടൊപ്പം ഇന്നിരിക്കുകയാണ് എന്നത് ഒരു വലിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നു. നമ്മുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉദ്ദേശം ഈശ്വര സാക്ഷാത്കാരമാണ്. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു. ആ ഈശ്വരനെ അറിയുന്നതിന്
ഉള്ളിലോട്ട് നോക്കുകയും അതിന് പ്രചോദനം ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നതാണ് ക്ഷേത്രങ്ങളുടെ പ്രത്യേക സാധ്യത. അങ്ങനെ ഒരു ക്ഷേത്ര അങ്കണത്തിൽ നാം കൂട്ടിയിരിക്കുന്നു. ഇവിടെ കൂട്ടിയിരിക്കുന്ന സർവ ജീവന്മാർക്കും മനുഷ്യർക്കും എൻ്റെ എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വലിയ സദസ്സ് തുടങ്ങുന്നതായി ഇത് പിൽക്കാലത്തൊരു വലിയ മഹാസംഘമായി മാറണം എന്ന് ആശംസിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.